ബെൻസൺ ബാബു ഉണ്ട് നമുക്കിപ്പം. ബെൻസൺ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തിൽ എങ്ങനെയാണ് പൊതുപണിമുടക്ക് ദിവസത്തെ രാവിലത്തെ കാഴ്ചകൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നഗരത്തെ പണിമുടക്ക് പൂർണ്ണമായും തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ വളരെ കുറച്ച് ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഓടാൻ തയ്യാറായി നിൽക്കുന്നത്. വളരെ കുറച്ച് ബസ്സുകൾ മാത്രമേ ഉള്ളൂ, അതും ദീർഘദൂര ബസ്സുകളാണ്. മറ്റ് ബസ്സുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ബസ്സുകളെല്ലാം തന്നെ സർവീസ് നടത്തുന്നില്ല. ഇപ്പം നിലവിൽ ഇവിടെയുള്ള ഈ കുറച്ച് ബസ്സുകൾ എന്ന് പറയുന്നത് അത് ദീർഘദൂരം, അതായത് 12 മണിക്ക് മുൻപ് യാത്ര ആരംഭിച്ച് പലയിടങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നോ കൊച്ചിയിൽ നിന്നോ വന്നിട്ടുള്ള ബസ്സുകളാണ്. അവരിവിടെ എത്തുന്നു. ഇവിടെ നിന്ന് എവിടേക്കാണോ പോകേണ്ടത്, വയനാടാണോ മറ്റിടങ്ങളിലേക്കാണെങ്കിൽ അവിടേക്ക് അത് സർവീസ് പൂർത്തിയാക്കുന്നു എന്നല്ലാതെ ഈ രാത്രി 12 മണിക്ക് ശേഷം പുതിയ സർവീസുകളൊന്നും തന്നെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ യാത്രക്കാരുണ്ട്. നിരവധി ആളുകൾ ഇവിടെ ഈ വെയിറ്റിംഗ് ലോഞ്ചിൽ ബസ്സുകൾ കാത്ത് നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, കൊട്ടാരക്കര തിരുവനന്തപുരത്ത് നിന്ന് വന്ന ബസ്സാണ്, കൊല്ലത്ത് നിന്ന് വന്ന ബസ്സാണ്. അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ബസ്സുകളാണുള്ളത്. ഇത് സുൽത്താൻ ബത്തേരി വയനാട് ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെയും നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളും മറ്റ് അത്തരം വാഹനങ്ങളൊന്നും തന്നെ നിലവിൽ നിരത്തിലില്ല. ഇപ്പൊ കുറച്ച് KSRTC ബസ്സുകൾ മാത്രമാണ് ഇവിടുന്ന്. ചേട്ടാ, എവിടേക്കായിരുന്നു യാത്ര? വയനാട്ടിലേക്കാണ്. ബസ്സുണ്ടോ? എവിടുന്ന് വരുമായിരുന്നു? കൊല്ലം. കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും വാഹനമൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്ന് രണ്ട് മറ്റേ ഈ വയനാട്ടിലേക്കുള്ള കുറച്ച് ബസ്സുകൾ മാത്രം ഉണ്ട്. മറ്റ് ബസ്സുകളൊന്നും തന്നെ എത്തിയിട്ടില്ല. നിരവധി യാത്രക്കാരുണ്ട്, കുറെ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി, എവിടേക്കായിരുന്നു ചേച്ചി യാത്ര? ഗുഡലൂരിലേക്ക് പോകാന്ന് വിചാരിച്ചു. ബസ്സുണ്ടോ? ബസ് 5:30 ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞു വന്നതാണ്. പിന്നെ അവർ രാത്രി തന്നെ നിർത്തി പോയി വെച്ച് പറഞ്ഞു. അപ്പോൾ 6:30 ഒന്ന് വരാണെങ്കിൽ പോവാന്ന് വിചാരിച്ചു. ബസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ട്. അടുത്ത് തന്നെയാണോ വീട്? അല്ലെങ്കിൽ ട്രെയിനിനെ നോക്കാന്നുള്ളൊരു ചാൻസ് ഉണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ബസ് കിട്ടിയില്ലെങ്കിൽ മറ്റ് ബദൽ മാർഗങ്ങൾ എന്തെങ്കിലും കാണുക എന്നുള്ളതാണ്. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ, ക്ഷമിക്കണം, ഇവിടെ കുറച്ച് അത്തരത്തിൽ ആളുകളുണ്ട്. ആളുകൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഈ KSRTC ഡിപ്പോയിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നേരത്തെ സർവീസ് ആരംഭിച്ച് വന്നിട്ടുള്ള ബസ്സുകൾ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. പുതിയ സർവീസുകളൊന്നുമില്ല. ചേട്ടാ, എവിടേക്കാ യാത്ര? എവിടേക്കായിരുന്നു? കാസർഗോഡ്. വണ്ടി ഉണ്ടോ? വന്നിട്ടില്ല. എന്താ ചോദിക്കുമ്പോ എന്താ പറയുന്നത്? അവിടുന്ന് വരും. അതായത് ദൂരെ നിന്നും എടുത്തിട്ടുള്ള വണ്ടികൾ ഇങ്ങ് വരണം അല്ലേ? വെയിറ്റ് ചെയ്യാം. എപ്പോഴേക്ക് എത്തുമെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടില്ല. അത്തരത്തിലാണ്. എപ്പോഴേക്കാണ് ബസ് എത്തുക എന്ന് നിലവിൽ പറഞ്ഞിട്ടില്ല. ചേട്ടാ, എവിടേക്കായിരുന്നു യാത്ര? ഊട്ടിക്കാ. ബസ് ഉണ്ടോ? ബസ് അറിയില്ല. ഇന്ന് പണിമുടക്കാന്ന് അറിഞ്ഞില്ലായിരുന്നോ? ഫസ്റ്റ് ടൈം വന്നത്. എവിടുന്ന? കാസർഗോഡ് വരുന്നേ? മംഗലാപുരത്ത്. എപ്പോഴേക്ക് എത്തിയായിരുന്നു ഇവിടെ? 5 മണിക്ക് എത്തി. ഇതുവരെ വേറെ വണ്ടിയൊന്നും വന്നില്ല. അവിടെ വണ്ടി ചോദിച്ചോ? വണ്ടി ഉണ്ടോന്ന് ചോദിച്ചോ? ചോദിച്ചു, പറഞ്ഞു. പിന്നെ വെയിറ്റ് ചെയ്ത് വന്നിട്ടില്ല. അത്തരത്തിലാണ് സേതുലക്ഷ്മി. ആളുകൾ, കുറെ ആളുകൾ എത്തിയിട്ടുണ്ട്. കുറച്ചുപേര് പണിമുടക്കാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഏറെക്കുറെ ഒരേപോലത്തെ കാഴ്ച തന്നെയാണ്. ഇന്നലെ ഇപ്പം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് KSRTC സർവീസ് നടത്തുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പലയിടത്തും KSRTC ഇല്ല. ഇപ്പം ഈ ബെൻസൺ പറയുന്ന പോലെ കോഴിക്കോടും കൊച്ചിയിലൊക്കെ ചിലപ്പോൾ KSRTC ബസ് ദീർഘദൂര സർവീസ് ഓടി വരുന്ന ബസ്സുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബംഗളൂരുവിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ബസ്സുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് മുൻപ് അനുരാഗ് തിരുവനന്തപുരത്തെ കാഴ്ച കാണുമ്പോൾ തിരുവനന്തപുരത്ത് ബസ്സില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആണല്ലോ ബസ്സുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സിനെ ഒന്നും കാണാനില്ല. പെട്ടുപോകുന്നത് ഈ പറഞ്ഞതുപോലെ രോഗികളും അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊന്നും അറിയാതെയൊക്കെ വരുന്ന ആളുകളും ഒക്കെയാണ്. ട്രെയിനിലും മറ്റുമൊക്കെ വരുന്ന ആളുകളാണ് കൂടുതൽ പെട്ടുപോകുന്നത്. പിന്നെ മറ്റു ചിലക്കാരുണ്ട്, അവർക്ക് പിന്നെ ഒരു ദിവസം ഒരു അവധി കിട്ടിയല്ലോ, ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. കൊച്ചിയിൽ കണ്ടല്ലേ ചൂണ്ടയിടാൻ പോവുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഒരു പൊതു പണിമുടക്ക് ദിവസം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ വീണ്ടും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കാം. കുറച്ചും കൂടി ഒന്ന് നേരം പുലർന്നു വരുമ്പോൾ, ഇപ്പോൾ സമയം 7 മണിയാവാൻ പോകുന്നല്ലേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് സജീവമായിട്ട് വരാൻ വേണ്ടിയിട്ടൊരു 7-7:30 മണിയൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും അതുപോലെ കോഴിക്കോട്ടെയും കാഴ്ചകളാണ് കണ്ടത്. അനുരാഗും സഹിനും ബെൻസനുമാണ് ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും.